വിമാനം കുറച്ച് മുകളിലേക്ക് പൊങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ ടയറും ഊരി താഴേക്ക് അവിടെ ഒരു കുറ്റിക്കാളിലേക്ക് വീണു. സ്ത്രീകൾ പ്രായം കുറഞ്ഞ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളാണെങ്കിൽ അവരെയൊക്കെ പിടിച്ച് അവരെ ഡിവൈഡ് ചെയ്ത് ഭാര്യമാരായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് അച്ഛന്മാരോടൊക്കെ ഒത്തിരി കാര്യം, മുസ്ലിങ്ങളാണെങ്കിൽ നമ്മളോട് ഒത്തിരി ബഹുമാനമാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ മുസ്ലിം സ്ത്രീകൾ ഈ ബുർക്ക എല്ലാം ധരിച്ചിട്ട് ഒരിക്കലും അവർ മറ്റ് അപരിചിതർക്ക് കൈ കൊടുക്കത്തില്ല. അബൂന അച്ഛന്മാരായി അറബിയിൽ അബൂന എന്നാണ് പറയുന്നത്. അബൂന വരുമ്പോഴേക്കും ഇവർ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുക പോലും. അതല്ലാതെ ഞാൻ ഒരു ദിവസം രാവിലെ ചെന്നപ്പോൾ ഒരു സ്ത്രീയെ എൻ്റെ കെട്ടിയോൻ ഷല്ലാക്രമണത്തിൽ മാർക്കറ്റിൽ കൊല്ലപ്പെട്ടു. 3-4 പിള്ളേരുണ്ട്, ഗർഭിണിയായിട്ടാണ് വന്നത്. ഒരു ദിവസം ഞാൻ രാവിലെ ചെല്ലുമ്പോൾ സ്ത്രീ അതിരാവിലെ പ്രസവിച്ചായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ആ കൊച്ചിനെ അച്ഛ ഇതാ ഉസ്മാൻ എന്നും പറഞ്ഞ് ആ കൊച്ചിന് എൻ്റെ കൈ തന്നു. മരിച്ചുപോയ ബാപ്പയുടെ പേരാണ് ഈ കൊച്ചിൻ ഈ മുസ്ലിം സ്ത്രീ കൊടുത്തേക്കുന്നത്. ഒത്തിരി സന്തോഷം തന്നെ. നമസ്കാരം, ചങ്ങനാശ്ശേരി ടി വിയിലേക്ക് വീണ്ടും സ്വാഗതം. ഓരോ ദിവസവും ഓരോരോ വ്യക്തികളെ നമ്മൾ ചങ്ങനാശ്ശേരി ടി വിയിലൂടെ പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ചങ്ങനാശ്ശേരിയിലെ SVD സെമിനാരിയിൽ നിന്നുമാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് പത്രങ്ങളിലും ചാനലുകളിലും ഫ്ലെക്സുകളിലും മാത്രം ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയണ്ട എന്ന് പറയുന്ന ആ ഒരു ആപ്തവാക്യം പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരോരുമില്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിച്ച് ഫ്ലെക്സിൻ്റെയോ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടില്ലാതെ തങ്ങളുടെ ഉദ്യമം നിറവേറ്റുന്ന ഒരു വ്യക്തിയെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സുഡാനിൽ തൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കി ഇപ്പോൾ താൽക്കാലികമായി ചങ്ങനാശ്ശേരിയിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന ഫാദർ ഷിജു പോൾ പുത്തൻപുരയ്ക്കലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ, സുഡാനിലെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ആശ്ചര്യപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്യാനിടയുണ്ട്. ഏതായാലും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. മുഖവര അധികം കൂടാതെ തന്നെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം അച്ഛ. അഭയാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിച്ച് ഒട്ടേറെ അനുഭവങ്ങൾ അച്ഛന് ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും സുഡാനിൽ വെച്ച് അനുഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു. ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ട്? കോവിഡിൻ്റെ ഒക്കെ സമയത്ത് സുഡാനിൽ നിന്ന് അങ്ങനെ തെക്കേ സുഡാനിൽ നിന്ന് റിക്വസ്റ്റ് വന്ന് അഭയാർത്ഥികളുടെ കൂടെ ജെസ്യൂട്ട് റെഫ്യൂജി സർവീസിൻ്റെ കൂടെ ജോലി ചെയ്യുവാനായിട്ട് വോളണ്ടിയേഴ്സിനെ ചോദിച്ചിട്ട് സന്തോഷപൂർവ്വം കൊടുക്കുക. ഈ സുഡാനിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അതായത് ജെസ്യൂട്ട് റെഫ്യൂജി സർവീസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കാലത്ത് പെദ്രോ അരൂപ്പെ, അന്നത്തെ അവരെ സുപ്പീരിയർ ജനറൽ, സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇത് അൽമായറാണ് അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവർ ഒരു 55 രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ അഭയാർത്ഥികൾ അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ. അപ്പോൾ അവർക്ക് വൈദികരുടെ സാന്നിധ്യം അവരുടെ ഇടയിൽ വേണം. അങ്ങനെ ആ വൈദികരുടെ ഒരു കുറവുമുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ സഭയോട് ചോദിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ സുഡാനിലേക്ക്, തെക്കേ സുഡാനും സുഡാൻ്റെ അതിർത്തിയിലേക്ക് പോകാമെന്ന്. അല്ല, യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോകാമെന്ന് ചോദിക്കുമ്പോൾ സാധാരണ വൈദികരാണെന്ന് പറഞ്ഞാൽ പോലും അതങ്ങ് ഒഴിവാക്കുകയല്ലേ സാധ്യത? ഒരുപക്ഷെ നമ്മുടെ വിളിയുടെ ഉൾക്കാഴ്ച അത് തന്നെയാണല്ലോ. ഒരു മിഷണറി വൈദികനായിരിക്കുമ്പോൾ നമ്മുടെ അധികം ആൾക്കാർ പോകാൻ വലിയ താല്പര്യമില്ലാത്തവിടുത്തെ സ്ഥലത്തേക്ക് പോവുക. ഒരു പക്ഷേ ഏത് യാത്രയിലും ഉള്ളിലൊരു തോന്നലുണ്ട്, വിളിച്ച ദൈവം നമ്മളെ നോക്കിക്കോളും. അങ്ങനെയുള്ളൊരു ആത്മബലത്തിലാണ് ഓരോ യാത്രയിൽ നമ്മൾ പോകുന്നത്. സാധാരണ ഈ വൈദികരെന്നൊക്കെ പറഞ്ഞാൽ സേഫ് സോണാണ്. ഒന്നുകിൽ അരമനയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളി ഭരണത്തിൽ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഭക്ഷണത്തിനും താമസത്തിനും യാത്രകൾക്കും മറ്റ് ആഡംബരങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ലഭിക്കാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. പിന്നെ ഈ മിഷൻ പ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് അവർ കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ ഇത് വെറും മിഷൻ പ്രദേശം എന്ന് പറയാൻ പറ്റില്ല. ഇത് ആഭ്യന്തര കലാപം മൂലം റെഫ്യൂജീസ് ആയിരിക്കുന്ന വല്ലാതെ അരക്ഷിത ബോധത്തിലിരിക്കുന്ന വ്യക്തികളുടെ ഇടയിലേക്കൊക്കെ പോകുമ്പോൾ അവർക്കും ഒരു സുരക്ഷിതത്വമില്ല. നമ്മുടെ കാര്യത്തിലും നമ്മുടെ ജീവൻ്റെ കാര്യത്തിലും യാതൊരു ധാരണയില്ലാത്തൊരു ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെന്ന് ഈ സുഡാനിലൊക്കെ ചെന്ന് ഇറങ്ങിയപ്പോൾ, സുഡാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, അത്ര സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുള്ള സ്ഥലമല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ സേഫ് സോൺ നഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിന്ന് ചെന്നപ്പോൾ മുതലുള്ള ചില അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ സേഫ് സോൺ എന്ന് പറയുന്നത് നമ്മൾ സുവിശേഷങ്ങളിലൂടെ നോക്കുവാണെങ്കിൽ തന്നെ ഈശോയെ കാണുന്നത് ഈ അതിർത്തികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെയാണ്. നമ്മളിപ്പോൾ സുവിശേഷം ഒന്ന് കൃത്യമായിട്ട് വായിക്കുവാണെങ്കിൽ ഈ അതിർത്തികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈശോ ഈ കുഷ്ഠരോഗികളെ കാണുന്നത്, അല്ലെങ്കിൽ അന്ധന്മാരൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞൊരു സ്ഥലം എങ്ങുമില്ല. സുവിശേഷത്തിൽ ഈശോയുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലം തന്നെയില്ല. ഇപ്പം സുഡാനിൽ ഈ അതിർത്തി പ്രദേശങ്ങളൊക്കെ, നമ്മൾ യുദ്ധ പ്രദേശങ്ങളൊക്കെ പോകുമ്പോൾ
വളരെ വ്യത്യസ്തമായിട്ട ഒരു ടെറിറ്ററിയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുക. ഇവിടെ ഇപ്പോൾ ഞാൻ കൊറോണയുടെ സമയത്താണ് ഈ സൗത്ത് സുഡാനിലേക്ക് പോകുന്നത്. ക്വാറന്റൈനിൽ ഒരു 15 ദിവസം കിടന്നു. കാരണം അതൊക്കെ ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് അന്നത്തെ കാലത്ത്. പിന്നെ ചെന്ന് കാണുമ്പോൾ തന്നെ കാണാം. കാരണം എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു എയർപോർട്ടാണ്, 2-3 മുറികളേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെയുണ്ട് സെക്യൂരിറ്റി കൊടുക്കാനായിട്ട്. പിന്നെ ഒത്തിരി വിമാനങ്ങൾ അവിടെ ഈ കേടുവന്ന അല്ലെങ്കിൽ പൊട്ടിച്ചിതറിയൊക്കെ ചുറ്റും കിടക്കുന്നുണ്ട്. അത് ചെന്ന് ലാൻഡ് ചെയ്യുമ്പോഴേ നമുക്കറിയാം എന്തോ ഒരു വ്യത്യസ്തമായൊരു എയർപോർട്ടാണെന്ന് ചുറ്റുമുള്ള കാഴ്ച കാണാൻ പറ്റും. കാരണം എന്തെങ്കിലുമൊക്കെ പറ്റി കിടക്കുന്ന വിമാനം ഒന്നെങ്കിൽ അവിടെ തന്നെ എക്സ്പ്ലോർഡായിട്ട് വീണത്ത് അതൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല. അതൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഇത് ഒരു സേഫ് സോൺ അല്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ വരും. ചെന്നിറങ്ങുമ്പോഴേ നമ്മുടെ പകുതി ജീവൻ പോവും. കാരണം തകർന്ന് കിടക്കുന്ന വിമാനങ്ങളും ഒരു റൺവേ പോലും ഇല്ല. പിന്നെ അതുപോലെ തന്നെ 2 മുറികളുള്ള KSRTC ഒരു ബസ് സ്റ്റാൻഡിനെക്കാട്ടിലും ശോചനീയമായ അവസ്ഥയിലുള്ള ഒരു എയർപോർട്ടിലേക്കാണ് അച്ഛൻ ചെന്നിറങ്ങിയത്. ബാക്കി എങ്ങനെയാണ്? പിന്നെ ഉദ്യോഗസ്ഥരൊക്കെ പട്ടാളക്കാരാ. നമ്മളിപ്പോ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് തന്നെ എല്ലാം പട്ടാള ഡ്രസ്സിലിരിക്കുന്ന ആൾക്കാർ. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വ്യത്യസ്ത ഒരു ലോകമാണ്. പിന്നെ അച്ഛന്മാരോടൊക്കെ ഒത്തിരി ബഹുമാനാട്ടോ. നമ്മുടെ അച്ഛന്മാരെന്ന് അറിയുമ്പോൾ തന്നെ അവര് വലിയ അധികം ചോദ്യങ്ങളൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് പേപ്പറെല്ലാം ക്ലിയർ ആക്കി പോകും. അങ്ങനെ അച്ഛൻ സുഡാനിൽ ചെന്നു. സുഡാനിൽ നിന്നും എങ്ങോട്ടേക്കാണ് പോയത്? അപ്പൊ തെക്കേ സുഡാനിന്റെ തലസ്ഥാനം ജൂബ എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണ്. അതൊക്കെ ഇപ്പൊ ഈ യുദ്ധത്തും കഴിഞ്ഞൊക്കെ ഡെവലപ്പ് ആകുന്നുള്ളൂ. അവിടെ നിന്ന് എൻ്റെ സ്ഥലത്തേക്ക് പോകാനായിട്ട് പിന്നെ UN ചാർട്ടേഡ് ഫ്ലൈറ്റുകളാണ് ഉള്ളത്. ഈ വേൾഡ് ഫുഡ് പ്രോഗ്രാം ചെയ്യുന്ന ചെറിയ ഫ്ലൈറ്റുകൾ, 10-30 പേർക്ക് യാത്ര ചെയ്യാവുന്ന കൊച്ചു ഫ്ലൈറ്റുകളാണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ റൺവേ ഒന്നും അല്ല, നമ്മുടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാറി കുറേ സ്ഥലം വിജനായിട്ട് കിടക്കുന്നു. അവിടേക്കാണ് ഈ വിമാനമൊക്കെ കുത്തി ഇറക്കുന്നത്. അപ്പോൾ വിമാനത്തിൻ്റെ വരുമെന്നുള്ള ആ സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഈ പീസ് കീപ്പിംഗ് ഫോഴ്സ് വണ്ടിയും കൊണ്ട് വന്ന് ഉള്ളിൽ നിന്ന് ആടോ പശുവോ അല്ലെങ്കിൽ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഓടിച്ച് വിട്ടേച്ചാണ് വിമാനം അവിടെ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പിള്ളേരുടെ കളിയൊന്നും നിർത്തിയിട്ട് വേണം നമ്മൾ വിമാനം ഒന്ന് ലാൻഡ് ചെയ്യാം. അതെ, അത് ശരിയാ. അപ്പോൾ ഒന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിങ്ങിലും എല്ലാം ഈ കുട്ടികളെ ഓടിച്ച് വേണം. എല്ലാവരെയും പ്രദേശം കാലിയാകണം. മൃഗങ്ങൾ കാണും അല്ലെങ്കിൽ ആൾക്കാർ കാണും. ചിലപ്പോൾ ആൾക്കാർ ഈ വിറകൊക്കെ ചുമന്ന് അതിൻ്റെ ഉള്ളിക്കടയൊക്കെ പോകുന്നത് അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് ആണ് ഇത് ഇറക്കുന്നത്. അത് കൃത്യസമയത്ത് അവർ ക്ലിയർ ആക്കും. അത് ശരി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു മരത്തിന്റെ ജോളിലാണ് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. ഒരു കസേര ആരെങ്കിലും ഇരിപ്പുണ്ടാവും. അവർ നമ്മുടെ പാസ്പോർട്ടൊക്കെ ഒന്ന് നോക്കും. അവർക്ക് ലഗേജ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുറന്ന് അതൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് ഒരു വണ്ടി കയറ്റി അവര് പിന്നെ വിമാനത്തിൽ നമ്മുടെ ലഗേജ് എടുത്ത് വെക്കണേക്കാൾ മുമ്പ് നമ്മൾ കാണിച്ചു കൊടുക്കണം. അവിടെ ഒരു മണ്ണിൽ കൊണ്ട് എല്ലാ ലഗേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൈകൊണ്ട് പിടിച്ച് കാണിച്ചു കൊടുക്കണം ഇതാണ് ലഗേജ്. അവരെടുത്ത് ഉള്ളിലേക്ക് കയറ്റിയിടും. അപ്പൊ ഇമിഗ്രേഷൻ ഓഫീസറൊക്കെ ഇരിക്കുന്നത് മരച്ചോട്ടിൽ തന്നെ. അങ്ങനെ അല്ലെങ്കിൽ വലിയ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവർ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കും. വണ്ടിയുടെ ഉള്ളിൽ കാണിച്ചു കൊടുക്കും നമ്മൾ. കൊള്ളാം. അപ്പം നമ്മുടെ സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിലുള്ളൊരു സാധാരണ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലുള്ള സൗകര്യം പോലും ഇല്ല എന്ന് ചുരുക്കം. ഇതൊക്കെ ഒരു ബേസിക് കാര്യങ്ങൾ അവിടെ ഉള്ളു. പിന്നെ രാജ്യം എന്ന് പറഞ്ഞൊരു ഒത്തിരി ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. 11 മറ്റേ സുഡാനിൽ നിന്ന് എടുത്ത ഒരു രാജ്യമാണ് തെക്കേ സുഡാൻ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ക്വാറന്റൈൻ കഴിഞ്ഞ് തന്നെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് നമ്മൾ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഒരു ചെറിയ ഫ്ലൈറ്റ് കയറ്റിയാണ് കൊണ്ടുവരുന്നത്. അല്ല, അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. കൗതുകരമായ ഒരു വാർത്ത നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ഒരിക്കലെ അവിടെ വിമാനം പറന്നു പൊങ്ങിയപ്പോൾ ലാൻഡിങ്ങിൽ ഉപയോഗിക്കേണ്ട ടയറുകളെല്ലാം എയർപോർട്ടിൽ തന്നെ റൺവേയിൽ വീണുപോയി എന്ന് കേട്ടു. അതെന്താണ് സംഭവം എന്ന് പറയാമോ? അത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത്, ആ ക്യാമ്പിൻ്റെ അടുത്ത് ആഴ്ചയിൽ 3 പ്രാവശ്യം ഇങ്ങനെ ഈ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനായിട്ട്, ഇത് പഴയ റഷ്യൻ വിമാനങ്ങളാണ്. അപ്പോൾ ഒരു വിമാനം മുകളിലേക്ക് തലസ്ഥാനത്തേക്ക് ഒരു 23 യാത്രക്കാരുണ്ടായിരുന്നു. ഈ വിമാനം കുറച്ച് മുകളിലേക്ക് പൊങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ ടയറും ഊരി താഴേക്ക് അവിടെ ഒരു കുറ്റിക്കാളിലേക്ക് വീണു. താഴെ വീണുപോയി. ടയർ ഇല്ലാതെ വിമാനം പറക്കുകയാണ്. വിമാനം പറക്കും, പക്ഷെ പിന്നെ ലാൻഡ് ചെയ്യിക്കേണ്ട എവിടെയെങ്കിലും കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ക്യാമ്പിൽ നിന്ന് വരുന്ന സമയത്താണ് കുറച്ച് ജനങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുന്നു. വല്ലതും പറ്റുമെന്ന് അറിയാനായിട്ട് ഞങ്ങളും വണ്ടി നിർത്തിയെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ടയർ വീണു പോയി, വിമാനം പറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ മെസ്സേജ് കൊടുത്തു, ഇത് ഇന്ധനം മുഴുവൻ കത്തി തീർത്തിച്ചിട്ട് അടുത്ത് വേറെ സ്ഥലത്ത് വേറെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട്, അവിടെ പോയി ലാൻഡ് ചെയ്യുക. അവിടെയും ഇതുപോലെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഇന്ത്യൻ പട്ടാളമായിരുന്നു. അപ്പൊ അവരെന്തോ ഒരു ലിക്വിഡൊക്കെ റൺവേയില് സ്പ്രേ ചെയ്ത്, കാരണം തീ പിടിക്കാനുള്ള സാധ്യത കുറച്ച് അവര് ഇടിച്ചിറക്കുകയാണ് ചെയ്തത്. ഒന്നും ഉണ്ടായില്ല, എല്ലാവരും സുരക്ഷിതരായിട്ട്. അച്ഛൻ ക്യാമ്പിലേക്ക് ചെന്നു. ക്യാമ്പിൽ ചെന്നുള്ള കഥകള് അതെ പറയൂ. ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ക്യാമ്പുകൾ ഇപ്പൊ ഞാൻ മാബാൻ എന്ന് പറഞ്ഞ, അതായത് തെക്കേ സുഡാന്റെ നോർത്തില് മറ്റേ സുഡാന്റെ അതിർത്തിയിലുള്ള ക്യാമ്പുകളാണ്.
അതായത് 2 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് സുഡാനികളുണ്ട്, തെക്കേ സുഡാനികളുണ്ട്. അപ്പോൾ തെക്കേ സുഡാൻ്റെ ടെറിട്ടറി ആവുമ്പോൾ ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ്, IDP എന്ന് അവരെ പറയും. പിന്നെ മറ്റേ സുഡാനിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് ഇപ്പോൾ വന്നവർ, അത് അവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ യുദ്ധത്തിലൊക്കെ അകപ്പെട്ടു പോയവരാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസോഴ്സസിന് വേണ്ടി ഉള്ള ഒരു യുദ്ധമാണ് അത്. എന്തൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്? പ്രധാനമായിട്ട് എണ്ണയുണ്ട്, സ്വർണ്ണമുണ്ട്, ഇഷ്ടംപോലെ മറ്റ് പ്രകൃതി വിഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയുള്ളതാണ് ഈ യുദ്ധം. മോണോപോളിക്ക് വേണ്ടിയുള്ള ഒരു പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. അപ്പം നിരപരാധികളായ ജനങ്ങൾ ഇതിനകത്ത് ബലിയാടുകളായി തീരുകയും നിരവധി അനാഥരായ കുട്ടികളെ കാണുകയും ഗർഭിണികളായ സ്ത്രീകളെ പരിപാലിക്കേണ്ട അവസ്ഥ വരിക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണോ അച്ഛനുണ്ടായത് അവിടെ വെച്ച്? ഭൂരിഭാഗം അത് തന്നെയാണ്. കാരണം ഒരു യുദ്ധം വരുമ്പോൾ ഓടിപ്പോകുന്ന ജനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ആക്രമണം വരുന്നു, കിട്ടിയ സാധനങ്ങളെല്ലാം പെറുക്കി അവർ യാത്ര തുടരുകയാണ്. പിന്നെ ഒട്ടുമിക്കവർക്ക് അവരെ പ്രിയപ്പെട്ടവരെയൊക്കെ അവർ കൊന്നിട്ടുണ്ട്. ഈ വരുന്ന റിബൽ ഗ്രൂപ്പുകളോ പട്ടാളമൊക്കെ കൊന്നിട്ടുണ്ട്, പലരെയും ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ നടന്നു വരുമ്പോൾ ഒത്തിരി ചെക്ക് പോയിന്റുകളുണ്ട് വഴികളിൽ. അത് ചിലപ്പോൾ പട്ടാളമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് റിബൽ ഗ്രൂപ്പുകളായിരിക്കാം. എന്നിട്ട് അപ്പം കൂടെയുള്ള ഇച്ചിരി ആരോഗ്യമുള്ള പയ്യന്മാരാണെങ്കിൽ അവരെ പിടിച്ച് അവരുടെ കൂടെ ചേർക്കും, അവരെ ഫൈറ്റേഴ്സായിട്ട് അവരുടെ പ്രക്ഷോഭകാരികളായിട്ട് അവരെ തിരഞ്ഞെടുത്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് പിന്നെ ബാക്കിയുള്ളവരെ കടത്തി വിടും. സ്ത്രീകളാണെങ്കിലോ? സ്ത്രീകൾ പ്രായം കുറഞ്ഞ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളാണെങ്കിൽ അവരെയൊക്കെ പിടിച്ച് അവരെ ഡിവൈഡ് ചെയ്ത് ഭാര്യമാരായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട്. കുഞ്ഞുങ്ങളോട് ക്രൂരതയുണ്ടോ? കുഞ്ഞുങ്ങളോട് അങ്ങനെയില്ല. പക്ഷേ ഈ യാത്രയിൽ അവർക്ക് തന്നെ അറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ഒരു യാത്ര എന്നൊക്കെ. പക്ഷെ ഒത്തിരി മാൽനറിഷ്ഡായിട്ട് ഭക്ഷണമൊന്നും ഇല്ലാതെ സഞ്ചരിച്ച് ഈ സ്ത്രീകളും ഗർഭിണികളും പിന്നെ വയസ്സായവരൊക്കെയാണ് കൂടുതൽ ക്യാമ്പുകളിലേക്ക്. ഇത്രയും യാത്രകൾക്കിടെ ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ലേ? വഴിയിൽ കുഞ്ഞുങ്ങൾ മരിക്കും, അത് അവിടെ തന്നെ മറവ് കൂട്ടം തെറ്റിപ്പോരില്ലേ? പിന്നെ ഇങ്ങനെ യുദ്ധത്തിന്റെ സമയത്ത് പലർക്കും എഴുന്നേറ്റ് ഓടും ആരെങ്ങോട്ട് പോയെന്നൊക്കെ നേരം വെളുക്കുമ്പോഴേക്കെ അറിയുന്നുള്ളൂ. ചിലപ്പോൾ 5 പിള്ളേരുണ്ടായിരുന്നോടത്ത് 3 കുഞ്ഞുങ്ങളെ കൂടെയുള്ളൂ, 2 പേര് അവിടെ പോയി ഇവർക്ക് മാതാപിതാക്കൾക്ക് തന്നെ അറിയത്തില്ല, തിരിച്ചു കിട്ടുമോന്നും അറിയത്തില്ല. പിന്നെ അവരൊരു ഗുഡ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വഴി തെറ്റിപ്പോയി കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ ആക്കി ആരെങ്കിലൊക്കെ പരിപാലിക്കുന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ ഇത്തരം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളുടെ ഇടയിലേക്കാണ് സുഡാനിൽ അച്ഛൻ ചെന്ന് ഇറങ്ങുന്നത്. അതെ. അപ്പോൾ താമസിക്കുന്നത് മുറികളിലൊന്നും ആയിരിക്കാൻ സാധ്യതയില്ലല്ലേ? ടെന്റിലായിരുന്നോ? ഞങ്ങളൊരു കോമ്പൗണ്ടിൽ ഒരു 40 പേര്, ഞങ്ങൾക്ക് ചെറിയ ടെന്റുകൾ അല്ലെങ്കിൽ ചെറിയ കുടിലുകൾ, പുല്ല് വെച്ച് കെട്ടിയ പുല്ലുകൾ, ഈ കുടിലുകളുണ്ട്, നമ്മൾ ടുക്കുൽ എന്ന് അവിടെ പറയുന്നത്, അതുള്ളൊരു താമസം. പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒരു കോമൺ ബാത്റൂം ടോയ്ലറ്റ് സിസ്റ്റം, പണ്ട് കാലത്തുണ്ടാകുന്ന ഈ പിറ്റ് ലാട്രിൻ ഡ്രോപ്പ് ഹോൾ ടോയ്ലറ്റ് സിസ്റ്റം, നാടൻ സംവിധാനമാണ്. അതെ. പിന്നെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ? അത് തുടക്കത്തിൽ ഒരു അഡാപ്റ്റേഷൻ ഒരു പ്രയാസമാണ്. കാരണം നമ്മുടെ പ്രാഥമിക ആവശ്യം കഴിച്ച് അല്പം ചാരമൊക്കെ ഇടും, കാരണം ഈച്ച വരാതിരിക്കാനായിട്ട്. പിന്നെ കുളിമുറികളുണ്ട്, നമ്മൾ വെള്ളം പിടിച്ചു വെച്ച് കുളിക്കുന്നു. അതൊക്കെ ഒരു വ്യത്യസ്തമായ രീതി. നമ്മുടെ ടെന്റിൽ നിന്ന് ഒരു 150 മീറ്റർ അകലേക്ക് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്ന് വന്നൊക്കെ ചെയ്യും. ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഈ വളരെ ഹൈജീനിക്കായിട്ടൊക്കെ ജീവിച്ചിട്ട് ഇത്തരം ഒരു സ്ഥലത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ബാത്റൂം സൗകര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഭക്ഷണമൊക്കെ എങ്ങനെയാണ് അവിടെ? തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്, കാരണം ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ ഭക്ഷണം വ്യത്യസ്തമായിരിക്കും. ഭക്ഷണം അവിടെ ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പച്ച ചീര നമ്മളിങ്ങനെ പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ട്, അതവിടെ ഒത്തിരി വളരുന്നതാണ്. അപ്പം അത് കിട്ടും. പിന്നെ കപ്പയുടെ ഇല, പിന്നെ ഈ മഴ തുടങ്ങുമ്പോൾ ഈ വിട്ടിലില്ലേ, ഈ ലോക്കസ്റ്റ്, അത് ഒത്തിരി വരും. അതിനെ വറുത്ത് തരും. അത് ഒത്തിരി പ്രോട്ടീൻ റിച്ച് സാധനങ്ങളൊക്കെ. എനിക്കിങ്ങനെ ഭക്ഷണത്തിന് എങ്ങനെ എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ അവരെ ഡെയിലി ഭക്ഷണം എന്ന് പറഞ്ഞാൽ അസീത, അതായത് ചോളത്തിൻ്റെ പൊടി കൊണ്ട് അല്ലെങ്കിൽ മില്ലറ്റിൻ്റെ പൊടി കൊണ്ട് ഒരു കുറുക്കുമാതിരി ആഫ്രിക്കയിൽ ഒരു കോമൺ ആയ ഒരു ഭക്ഷണം. പിന്നെ കിസ്ര എന്നും പറഞ്ഞ് നമ്മുടെ ഒരു ദോശ മാതിരി മില്ലറ്റ് ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. പിന്നെ വെണ്ടയ്ക്ക ഒത്തിരി ഉപയോഗിക്കുന്നതാണ്. വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളമൊഴിച്ച് തിളപ്പിച്ചാൽ അല്പം ഇറച്ചിയോ മീനിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് ഇങ്ങനെ മുക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു കമ്മ്യൂണിറ്റേറിയൻ, ഒരു സമൂഹമായിട്ട് ഇരുന്ന് കഴിക്കുന്ന ഒരു പ്രസ്ഥാനം. എന്തിറച്ചിയാണ് അവിടെ കിട്ടാറുള്ളത്? കൂടുതൽ ആടിൻ്റെ ഇറച്ചി ഒത്തിരി കിട്ടും. ചെമ്മരിയാട്. പിന്നെ പശുവിന് തന്നെ രോഗം വന്നാലൊക്കെ ഒരു പശുവിനെ കൊല്ലത്തുള്ളൂ. കൊന്നാൽ അത് കഴിക്കേണ്ടി വരും. അത് പശു ചത്താലും അത് ഇറച്ചിയായിട്ട് മാർക്കറ്റിൽ വരും. അത് അങ്ങനെ ഞാൻ അതിലേക്ക് അധികം കഴിക്കാറില്ലായിരുന്നു. ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഒരുമിച്ച് കൂടി കഴിക്കുമ്പോൾ തുടക്കത്തിലൊരു പ്രയാസമാണ്. ഇത് എങ്ങനെയാ
ഒക്കെ കഴിക്കണേന്ന്. കാരണം ഈ വെണ്ടയ്ക്കയാവുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ അവിടെ വേറൊരു കുതിര എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്, അതും നമ്മുടെ ഈ ചെമ്പരത്തി ഇല മാതിരി അതൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോൾ ഒത്തിരി ഇങ്ങനെ ഒരു സ്റ്റിക്കി ഗ്ലൂയി ടൈപ്പ് ആവും, ഒരു പശ മാതിരി ആവും. അപ്പോൾ ഇതിലേക്ക് അവർ ഇറച്ചി കഷ്ണം ഇട്ടിട്ട് നമ്മൾ ഈ കിസ്ര ഇങ്ങനെ ഒരു ദോശ മാതിരിയുള്ള സാധനം മുറിച്ചെടുത്ത് ഇതിൽ മുക്കിയാണ് എല്ലാവരും ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത്. നമുക്ക് തുടക്കത്തിലൊരു പ്രയാസമാണ്, കാരണം മുക്കിയെടുക്കുമ്പോൾ അത് ഇങ്ങനെ തൂങ്ങി ഗ്ലൂ പോലെ ഇരിക്കും. ഇച്ചിരി കാറ്റും കൂടി ഉണ്ടെങ്കിൽ അടുത്ത ആളുടെ മുഖത്തേക്കൊക്കെ അത് വന്ന് വീഴും. അപ്പൊ നമ്മുടെ പ്രയാസമൊക്കെ കാണുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന നല്ല വയസ്സായ ചേട്ടന്മാർ നമ്മളോടുള്ള ബഹുമാനം കൊണ്ട് അവർ ആ പാത്രത്തിൽ കൈയിട്ട് എല്ലാ ഇറച്ചി കഷ്ണമൊക്കെ ഒന്ന് ഞെക്കി നോക്കും. എല്ലില്ലാത്ത ഇറച്ചി കഷ്ണമാണെങ്കിൽ അതെടുത്ത് നമുക്ക് ഒരു അച്ഛ ഇത് കഴിക്കുന്നൊക്കെ അവർ കഴിച്ചോണ്ടിരിക്കുന്ന കൈ കൊണ്ട് തന്നെ അച്ഛന് തരും. അതെടുത്ത് അവരെ സ്നേഹം കൊണ്ട് കാണിക്കുന്ന, തുടക്കത്തിൽ ഇതെല്ലാം ഞെക്കി പിടിച്ച് തരുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ഒരു പ്രയാസം. പിന്നെ അത് 1-2 പ്രാവശ്യം അതൊക്കെ കഴിയുമ്പോൾ ഒരു ശീലാവെന്ന് പറഞ്ഞ മാതിരി പിന്നെ ഒരു നോർമൽ ഇതായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഈ യുദ്ധത്തിന്റെ ഭീകരത അനുഭവിക്കുന്ന ഒരു ഭൂമി എന്നുള്ള നിലയിലെ അവിടെ ഈ ആയുധങ്ങള്, മൈനുകള്, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. ഉണ്ട്. അപ്പം അത് അങ്ങനെ വല്ലതും നേരിൽ കാണേണ്ട വന്നിട്ടുണ്ടോ? ഒട്ടുമിക്ക ജനങ്ങളിലും തോക്കുണ്ട്. കാരണം അവർക്ക് പട്ടാളത്തിൽ വിശ്വാസമില്ല. കാരണം ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അവർ ഈ ട്രൈബൽ ബേസിസിൽ ഈ പട്ടാളം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും ഈ ടുക്കിൽ അവരുടെ കുടിലിൻ്റെ ഉള്ളിൽ ചാക്കി പോയിഞ്ഞ് തോക്കുണ്ടോ കൊഴിച്ചിട്ടിട്ടുണ്ട്. ഈ ടെൻഷൻ വരുമ്പോൾ അവർ ഇതൊക്കെ എടുത്ത് നമ്മുടെ ഇവിടെ മഴക്കാലത്ത് കുട പിടിച്ചുകൊണ്ട് നടക്കുന്ന മാതിരി ഇവരും തോക്ക് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമൊക്കെ ഡീമൈനിങ് ചെയ്തിട്ടാണ് നമ്മളവിടെ താമസിക്കുന്നത്. കാരണം ഒരു കാലത്ത് ഞങ്ങൾ നിന്ന കോമ്പൗണ്ടൊക്കെ ഇവരെ കീഴിലായ കാരണം എന്തോന്നാ ഭൂമിയുടെ അടി കിടക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഡീമൈനിങ് നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള 1-2 മൈൻസും ഗ്രനേഡ്സ് ഒക്കെ അവർ കുഴിച്ചെടുക്കുന്നത്. പിന്നെ ഒത്തിരി ബുള്ളറ്റ്സ് നീളമുള്ള ഒത്തിരി ബെൽറ്റ് പോലെ അതൊക്കെ ഒത്തിരി അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മഴക്കാലത്തൊക്കെയും മഴവെള്ളം നല്ല ശക്തിയിൽ പോയി കഴിയുമ്പോൾ ഈ മൈൻസ് ചിലപ്പോൾ എക്സ്പോസ്ഡ് ആവും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ലേ, അത് അപകടമല്ലേ? അത് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അവർ ഈ പാട്ടയുടെ ഇങ്ങനെ റൗണ്ട് ആയാറ് അവർ ഉരുട്ടി കളിക്കും. അങ്ങനെ എക്സ്പ്ലോർഡ് ആയിട്ട് എല്ലാ വർഷവും കൊച്ചുങ്ങളൊക്കെ മരിക്കാറുണ്ട്. പിന്നെ വാർണിംഗ് സൈൻ കൊടുക്കുന്നുണ്ട്, അതിന് പാംലെറ്റ് ഒക്കെ കൊടുത്ത് അറിയിപ്പുകളൊക്കെ ഉണ്ട്. എന്നാലും കൊച്ചുങ്ങൾ എവിടെ കളിക്കും നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ എക്സ്പ്ലോർഡ് ആയിട്ട് എല്ലാ വർഷവും കൊച്ചുങ്ങളൊക്കെ മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളോട് ഇടപെടുന്ന സമയത്ത് അവർ നമ്മളെ വിശ്വസിക്കുന്നുണ്ടോ? ഈ റെഫ്യൂജീസ് ആയിട്ട് വന്നിരിക്കുന്ന ആളുകൾ നമ്മളിൽ വിശ്വാസം ഉണ്ടാവുന്നുണ്ടോ? അവർക്ക് വിശ്വാസം അവരായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ പതുക്കെ വളരുന്ന ഒരു കാര്യമാണ്. അവർ അഭയാർത്ഥികളായിട്ട് വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് വേണ്ടത് ഭക്ഷണം, ചിലപ്പോൾ ചെരുപ്പില്ല, മുറിവുകളുണ്ടെങ്കിൽ എന്തെങ്കിലും മരുന്ന്, പിന്നെ കയറി കിടക്കാനായിട്ട് സെക്യൂർ ഒരു സേഫ് ഫീലിംഗ് അവർക്ക് വേണം. അത് കഴിഞ്ഞ് നമ്മൾ ഇവരെ നിരന്തരം കണ്ടു കഴിയുമ്പോൾ പ്രത്യേകിച്ച് അച്ഛന്മാരോടൊക്കെ ഒത്തിരി കാര്യം, മുസ്ലിങ്ങളാണെങ്കിൽ നമുക്ക് നമ്മളോട് ഒത്തിരി ബഹുമാനമാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ മുസ്ലിം സ്ത്രീകൾ ഈ ബുർക്ക എല്ലാം ധരിച്ചിട്ട് ഒരിക്കലും അവർ മറ്റ് അപരിചിതർക്ക് കൈ കൊടുക്കത്തില്ല. മൂടുപടമൊക്കെ ഇട്ടാൽ നടക്കത്തുള്ളൂ. പക്ഷെ അച്ഛന്മാരായ അറബിയിൽ അബൂന എന്നാ പറയുന്നത്. അബൂന വരുമ്പോഴേക്കും ഇവർ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുക പോലും ചെയ്യും. കാരണം അത്രയ്ക്ക് വിശ്വാസമാണ്. കാരണം നമ്മളിങ്ങനെ ഒരു ജീവിതത്തിന് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തേക്കുന്ന കാരണം മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞ് അവർ നമ്മളോട് ഉള്ളിലെ കാര്യങ്ങൾ പയ്യെ പറയാൻ തുടങ്ങും. അത് ഇച്ചിരി സമയമെടുക്കും, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു 2-3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അവർക്ക് നമ്മളൊരു വിശ്വാസമുണ്ട്. മറ്റ് NGO മാതിരിയുള്ള പേഴ്സണൽ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന കാര്യമല്ല നമ്മൾ ചെയ്യുന്നത്. അത് അവർ ജനങ്ങൾ തന്നെ അത് തിരിച്ചറിയും. ആ വിശ്വാസം നമ്മളിത് ജോലി പോലെയല്ല, നമ്മൾ സമർപ്പിച്ച് ചെയ്യുന്നത്. ആ വ്യത്യാസം അവർ, കാരണം നമുക്ക് തന്നേക്കുന്ന ജോലി പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് പിടിച്ച് കിടന്നാലും ഞാൻ ഉടനെ പിടിച്ച് നമുക്ക് മോളെ അവിടെ ക്ലിനിക്കിൽ കൊണ്ടുപോയി മരുന്ന് കൊണ്ടുവരാം, അത് നമുക്ക് കൈ പിടിച്ച് കൊണ്ടുപോയി. അത് നമ്മുടെ പണിയല്ല, വേറെ ഒരു ഗ്രൂപ്പുണ്ട് അതിൻ്റെ ഉത്തരവാദിത്തമുള്ളവർ. അവർ ആ സമയം വിട്ടൊന്നും ചെയ്യത്തില്ലല്ലോ. നമ്മൾ ആരെ കണ്ടാലും ഇങ്ങനെ കൊണ്ടുപോയി തിരിച്ചു വന്നത്. അപ്പോൾ അവർക്കറിയാം എന്തുകൊണ്ട് ഈ വ്യക്തികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, നിസ്വാർത്ഥമായി ചെയ്യുന്നു എന്നുള്ളത് പിടികിട്ടുമ്പോൾ നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവുകയാണല്ലേ. അപ്പോൾ അവരുടെ കഥകൾ പയ്യെ അവർ പറയാൻ. അപ്പോൾ ഇത് ഈ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അച്ഛൻ ചെയ്തുവെങ്കിലും ഒരു വൈദികൻ എന്നുള്ള നിലയിൽ സ്വന്തമായ ഒരു ആത്മീയ പ്രവർത്തനങ്ങൾ കൂടി ചെയ്യണമല്ലോ. അപ്പോൾ ഉദാഹരണം കുർബാന പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെയാണ്? അവിടെ സ്വാതന്ത്ര്യമുണ്ടോ? അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. 1-2 കാരണം എനിക്ക് ഇത് തന്നെയാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈ മനുഷ്യനെ അപരിചിതരായ ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്നത് തന്നെയാണ് ഒരു പക്ഷേ സുവിശേഷത്തിൻ്റെ ആത്മീയത. പിന്നെ നമ്മൾ ഒരു സഭയുടെ ഉള്ളിലായിരിക്കുമ്പോൾ കുറച്ച് ആചാരങ്ങളുണ്ട്.
പ്രാർത്ഥന, കുമ്പസാരം, കുർബാന. അതായത് തദ്ദേശീയരായ കുറച്ച് ജനങ്ങൾ, കത്തോലിക്കരൊക്കെയുണ്ട്. അവർ ഒരു 10-20 വർഷം അവർ അച്ഛന്മാരെ പോലും കണ്ടിട്ടില്ല. പിന്നെ അവർ എല്ലാ ഞായറാഴ്ചയും അവരുടെ ലീഡേഴ്സ് ഒരുമിച്ച് കൂട്ടി ബേസിക് ഒരു ബൈബിളൊക്കെ വായിച്ച്. പള്ളികളില്ല, കെട്ടിടമില്ല. 2 കെട്ടിടം ഉണ്ടായിരുന്നത് പട്ടാൾക്കാർ ഏറ്റെടുത്ത് അവരുടെ റെസിഡൻസ് ആയിട്ട് അവർ ഉപയോഗിച്ച്. പിന്നെ അത് റിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ ഈ മരത്തിന്റെ ചോട്ടിലൊക്കെയാണ് നമ്മൾ കുർബാനയൊക്കെ ചെല്ലുന്നത്. കുർബാന മരച്ചോട്ടിലാണ്, എല്ലാം ഓപ്പൺ ആയിട്ടാണ്. അപ്പൊ നിഴലുള്ളിടത്ത് മേശ പിടിച്ചിടുക. ഒരു ചെറിയ മേശ, അവർ ഈ വീപ്പൊക്കെ ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് 2 കാൽമ ആണിയൊക്കെ അടിച്ച്, അതാണ് ഈ മേശ എന്ന് പറയുന്നത്. ഓ, അത് ശരി. നമ്മുടെ കൺസെപ്റ്റ് നല്ലൊരു മേശയൊന്നും. കേട്ടപ്പോ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ജനാഭിമുഖം വേണോ തിരിഞ്ഞു വേണോ എന്നുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല ഇപ്പം. ഇല്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും. കൊള്ളാം. അതേതായാലും നല്ലൊരു തിരിച്ചറിവായി പോയി. കണ്ണു തുറക്കേണ്ടവർക്ക് തുറക്കട്ടെ. അച്ഛനീ മരണത്തെ മുഖാമുഖം കണ്ട അനുഭവങ്ങൾ പോലോ അല്ലെങ്കിൽ സഹപ്രവർത്തകരാരെങ്കിലും വൈദികരായിട്ടുള്ളവർ വല്ലോ അവിടെ വെച്ച് എന്തെങ്കിലും അപകടങ്ങളിൽ മരണപ്പെടുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? നേരെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ താമസിച്ച സ്ഥലത്തു നിന്ന് ഒരു ഇടവക വൈദികൻ വേറെ സ്ഥലത്ത് ജോലി ചെയ്ത. അപ്പം ഞാൻ വന്നതിന് ശേഷം ഏപ്രിൽ മാസത്തിൽ അച്ഛൻ്റെ റെസിഡൻസ് ഷെല്ലാക്രമണത്തിൽ അച്ഛനും പിന്നെ 3 യുവജനങ്ങളും കൊല്ലപ്പെട്ടു. എന്നിട്ട് അച്ഛനെ അവര് അവിടെ തന്നെ കുഴിച്ചു. കാരണം മോർച്ചറി സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ അച്ഛൻ്റെ ബോഡി ഞങ്ങൾ നിൽക്കുന്നിടത്ത് കൊണ്ടുവരാനും പറ്റത്തില്ല, കാരണം ദൂരമുണ്ട്, അത്ര സേഫും അല്ല. അപ്പം അച്ഛനെ അവിടെ തന്നെ അടക്കം ചെയ്ത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അവിടുത്തെ ബിഷപ്പ് ഒരു കണക്കിന് ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് കുടുംബത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്താ സംഭവിച്ചതെന്ന്. കാരണം ഇവരൊരു സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ റിവെഞ്ച് കില്ലിങ് ഒത്തിരി കൂടുതലുണ്ട്. പ്രതികാരം ചെയ്തിരിക്കും. അതായത് ആ കൊന്നവന്റെ കുടുംബത്തിൽ ഒരു കൊച്ചിനെങ്കിലും കൊന്നാൽ അവരടങ്ങുള്ളൂ. അല്ല, ഈ അച്ഛനെ കൊന്നതിന് അത് ആ പട്ടാളക്കാര് വേറെങ്ങളോ ആക്രമിച്ചതായിരിക്കും. ഉന്നം തെറ്റി വന്നും അതിൽ പെട്ടുപോയത്. ടെന്റിലേക്ക് മിസൈൽ പതിക്കായിരുന്നു. അതെ, അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടത്. അച്ഛൻ അങ്ങനെയുള്ള പേടി വല്ലതും ഉണ്ടായോ? പേടി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതിപ്പോ എന്നാ സംഭവിക്കണേന്ന് എനിക്ക് ഒത്തിരി പേടി വന്നേക്കുന്ന ചങ്ങനാശ്ശേരിയിൽ റോഡ് ഇങ്ങേ വശത്തുനിന്ന് അങ്ങേ വശത്തേക്ക് ഒന്ന് ക്രോസ് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത്. അല്ലെങ്കിൽ അവിടെ ജീവിച്ചപ്പോ അങ്ങനെയുള്ള ഒരു പേടി എനിക്ക് തോന്നിട്ടില്ല. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോ എനിക്ക് ഒത്തിരി പേടി തോന്നിയിട്ടുണ്ട്. സുഡാനിലേക്കാളിലും ഭയപ്പെടേണ്ട ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞു വെച്ചത്. അവിടെ ഈ ഭക്ഷണമൊക്കെ സപ്ലൈ ചെയ്യുന്നത് സർക്കാർ ആണോ? അവിടെ സർക്കാർ ഇല്ലെന്നറിയാം, എങ്കിൽ പോലും മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ UN ഭാഗമായിട്ട് വേൾഡ് ഫുഡ് പ്രോഗ്രാം, അത് റെഫ്യൂജി വന്നു കഴിഞ്ഞാൽ അവരെ രജിസ്റ്റർ ചെയ്ത് എത്ര അംഗങ്ങളുണ്ട് അവർക്കൊരു ഫിക്സ്ഡ് ചെറിയൊരു റേഷൻ കിട്ടും. അപ്പോൾ ഭക്ഷണം, സോപ്പ്, അങ്ങനെ ബേസിക് കാര്യങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ അവർക്ക് അത് ലഭിക്കും. ഇത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണോ? ഇത് BPRM, അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കംപ്ലീറ്റ് പ്രൊജക്ട് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടല്ലോ. നമ്മുടെ ട്രംപ് കയറിയ ശേഷം പല കാര്യങ്ങളും വെട്ടിക്കുറച്ചോണ്ടിരിക്കുകയല്ല. അപ്പൊ ഈ കാര്യത്തിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനം? അത് ഫെബ്രുവരി മാസം തുടങ്ങി ആ ഹെൽപ്പ് ഒത്തിരി കുറഞ്ഞു. അപ്പൊ ട്രംപ് ഉണ്ടായി 40 സ്റ്റാഫ് ഉണ്ടായടത്ത് ഞങ്ങൾ അങ്ങനെ 5-6 സ്റ്റാഫ് അതിലുള്ളൂ. പിന്നെ അച്ഛന്മാരുടെ സപ്പോർട്ട് അമേരിക്കയുടെ കീഴിലല്ല. ഇത് ഞങ്ങൾ കൂടുതൽ ഈ അയർലൻഡിൽ നിന്നും അല്ലെങ്കിൽ ജെസ്യൂട്ട് സഭയിലുള്ള പല പ്രോവിൻസുകളാണ് അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ മറ്റ് അംഗങ്ങളുടെ ഫുൾ സപ്പോർട്ട് വരുന്നത് ഈ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരുന്നു. അതിലൊക്കെ ഒത്തിരി കട്ട് വന്നു. പിന്നെ അവർ യൂറോപ്യൻ യൂണിയനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക കുറേ സഹായത്തിന് വേണ്ടി. അല്ലെങ്കിൽ ട്രംപിന്റെ പോളിസിയുടെ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ള താമസ സ്ഥലങ്ങളിലൊക്കെ ഈ പകർച്ചവ്യാധികൾ, രോഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും സ്ഥിരമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അഭയാർത്ഥികളിൽ നിന്ന് നമുക്ക് രോഗങ്ങൾ പെട്ടെന്ന് കിട്ടും. അവർ വരുമ്പോൾ പല രോഗങ്ങളായിട്ടാണ് വരുന്നത്. എനിക്ക് ഈ ചെങ്കണ്ണ് എനിക്ക് ഒരു പ്രാവശ്യം കിട്ടി. ഒരു 2 ആഴ്ച എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കിടന്നു. അപ്പോഴൊക്കെ നമുക്ക് മരുന്ന് ലഭിക്കുമോ? അവിടെ ഒരു ഐ ഡ്രോപ്പ് കിട്ടിയായിരുന്നു, പക്ഷെ ഈ രോഗം വിട്ടു പോകുന്നില്ലായിരുന്നു. അത് 2 ആഴ്ച എടുത്ത് എന്നെ സംബന്ധിച്ച് രോഗം വിട്ടുപോകാനായിട്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേരൊക്കെ നമ്മൾ ഒത്തിരി ഫാമിലിയർ ആകുമ്പോൾ അവർ നമ്മുടെ ഒത്തിരി വന്ന് മേത്ത് തോണ്ടയും കളിക്കാൻ പേനൊക്കെ തലേക്ക്, അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ ഒരു ദിവസം തലയിരിക്കൊണ്ടിരുമ്പോൾ പെട്ടെന്ന് പേൻ വന്നേക്കുന്നു. അത് ഈ പിള്ളേരിൽ നിന്നും അല്ലെങ്കിൽ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ ഒക്കെ തലയിൽ വന്ന് കയറുന്നതാണ്. അത് ശരി. പിന്നെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് വന്നത് മലമ്പനിയാണ്. എനിക്ക് എല്ലാ വർഷവും 4-5 പ്രാവശ്യം. എല്ലാ വർഷവും 4-5 പ്രാവശ്യം. അപ്പൊ ഈ 2 മാസം കൂടുമ്പോൾ വരാറുണ്ട്. അതെങ്ങനെയാണ്? ഈ വല്ലാതെ വിറക്കിയല്ലേ മലമ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ? മലമ്പനിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വരും, പെട്ടെന്ന് കുറച്ച് വിറയ്ക്കും, അത് കഴിഞ്ഞ് വയർക്കാൻ തുടങ്ങും, പിന്നെ ഒരു സ്റ്റെബിലൈസ് ആയിട്ട് പിന്നെ ഛർദിലും വരും. പിന്നെ അതിന്റെ മരുന്ന് ഒത്തിരി അവിടെ എല്ലാ ചെറിയ ചെറിയ ക്ലിനിക്കുകളും ലഭ്യമായിരുന്നു. ആ ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ റിക്കവർ ആയിട്ടുണ്ട്. അല്ല, അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് ആരാ നമ്മളെ പരിചരിക്കാനൊക്കെ ഉള്ളത്?
പരിചരിക്കാൻ ആരും ഒന്നും ഉണ്ടാവില്ല. നമ്മള് ആ സിംറ്റം കാണുമ്പോൾ തന്നെ നമ്മൾ തന്നെ നമ്മൾ ക്ലിനിക്കിൽ പോയി ആ മരുന്ന് മേടിച്ച് പിന്നെ വേറെ ആക്ടിവിറ്റിക്ക് ഒന്നും പോകത്തില്ല. മരിച്ചു പോകുന്നു തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. മലമ്പനി വന്നാൽ അത് മെനഞ്ചൈറ്റീസ് ആയിട്ട് നമ്മുടെ തലച്ചോറിനെ ബാധിച്ചാൽ മാത്രമാണ് മരണം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ആ ഒരു ദിവസം മരുന്നെടുത്ത് നമുക്ക് തന്നെ തോന്നും റിക്കവർ ആവുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു പേടി വന്നിട്ടില്ല. അപ്പൊ ഈ മരണഭയം ഇല്ല? മരണഭയം അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി വരൂലെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ ആ കോണ്ടാക്ട് അകലെ നിന്ന് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പേടിയൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ ആ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ആ തുടക്കത്തിലുള്ള ഒരു നെർവസ്നെസ് ഒക്കെ വരും. കാരണം നമ്മൾ പെട്ടെന്ന് ഈ ആൾക്കാരെല്ലാം തോക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ വെടിയുണ്ടയുടെ ഷെല്ലുകൾ കോമ്പൗണ്ടിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നൊക്കെ കാണാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു നോർമൽ ലൈഫ് സ്റ്റൈലാന്നുള്ളൊരു തോന്നലോട് ജീവിതം മുന്നോട്ട് പോകും. പുറംലോകവുമായി ബന്ധമില്ല, പത്രമില്ല, ടി വി ഇല്ല, മൊബൈലില്ല, കറണ്ടില്ല അല്ലേ? ഞങ്ങൾക്ക് ഈ ജനറേറ്ററും പിന്നെ സോളാറും ഉള്ള കാരണം ഒരു നിശ്ചിത സമയം കറണ്ടും ഇതൊക്കെ ഉണ്ട്. പിന്നെ UN ഹെൽപ്പോട് കൂടി നമുക്ക് ഇന്റർനെറ്റ് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്ന കാരണം. സാറ്റലൈറ്റ് ആണോ? അതെ, സാറ്റലൈറ്റ്. ഓക്കെ. അതുവഴി നമുക്ക് ഞാനെന്നും മലയാളം പേപ്പറൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് മലയാളം പേപ്പറൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിക്കും. BBC വെബ്സൈറ്റിലൊക്കെ ഒന്ന് കയറി അതെന്നും ഞാൻ അത് രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ 4 വർഷങ്ങൾ അവിടെ കഴിച്ചു കൂട്ടി. അതെ. അപ്പം ഇനി ഒരു പ്രാവശ്യം കൂടി സുഡാനിലേക്ക് ഒരു അപ്പോയിൻമെന്റ് കിട്ടിയാൽ പോകുമോ അതോ പോകാതിരിക്കുമോ? എനിക്ക് പോകാൻ സന്തോഷമുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് നോർമൽ ഒരു വൈദിക ജീവിതത്തിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായൊരു രീതിയാണ്. അതെ. അപ്പം ഞാനൊരു ചിത്രം കണ്ടു, ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു സംഭവം. എന്താണ് ആ സംഭവം? അത് ഓശാന ഞായറാഴ്ച ഒരു വില്ലേജിൽ കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട്. കുറേ ചെക്ക് പോയിന്റ് ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ 2-3 മണിക്കൂർ യാത്ര ചെയ്ത് എത്തുന്നതാണ്. പിന്നെ അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മൃഗം കഴുതയാണ്. അത് ഇപ്പം ക്ലിനിക്കിൽ പോകാൻ ഒരു രോഗി വന്നാൽ കഴുത വണ്ടി അല്ലെങ്കിൽ കഴുതപ്പുറത്ത് അല്ലെങ്കിൽ വിറക് നോക്കാൻ. അപ്പം അവർ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ഒരു കഴുതയുണ്ട്, അച്ഛന് അത് കയറി പ്രദക്ഷിണത്തിന് പോകാൻ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്കൊരു പേടിയുണ്ട്. കാരണം കഴുത എപ്പോഴും പുറകോട്ടേക്ക് ഒരു ചാട്ടമൊക്കെ ഉണ്ട്. അത് പിടിച്ച് നിന്ന് അപ്പോൾ ഓശാന ഞായറാഴ്ചക്ക് കുരുത്തോല വെഞ്ചരിച്ച് ഓല പിടിച്ച് ഞങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്ന യേശുക്രിസ്തുവിന്റെ യെരുശലേം പ്രവേശനം പോലെ തന്നെ നമ്മുടെ സുവിശേഷത്തിൽ കാണുന്ന പോലെ തന്നെ അതും ജീവിതത്തിൽ ഒന്ന് കാണാൻ സാധിച്ചു. അത് ജനങ്ങൾക്ക് ഒത്തിരി താല്പര്യമുള്ള കാര്യം. അങ്ങനെ അച്ഛന്മാരെ ഒരു കഴുതപ്പുറത്തൊക്കെ കയറി അവരോടൊപ്പം നടന്നു നീങ്ങുന്നത് അവർ ഒരിക്കലും മറക്കില്ല. ഞാനും മറക്കില്ല. ഇവിടെ ആയിരുന്നെങ്കിൽ 2 കഴുതകളെന്ന് കമന്റ് പറയുന്ന വിശ്വാസികളുള്ള നാടാണിത് കേട്ടോ. അച്ഛനെ ഈ ക്യാമ്പിലെ അനുഭവങ്ങളൊന്നും അത്ര സുഖകരമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ക്യാമ്പിൽ നിന്നും പറയാമോ? ക്യാമ്പിൽ ഒത്തിരി ഗർഭിണികളായിട്ട് വരുന്നവർ ഒത്തിരി പേരുണ്ട്. അതിൽ ഒത്തിരി സ്പർശിച്ച 1-2 കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അതിരാവിലെ ഒരു 3-4 മണിയായപ്പോൾ 2 സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യാനായിട്ട് മാത്രമാണ് അടുത്ത സ്ത്രീയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. അപ്പോഴാണ് അടുത്ത് കിടന്ന സ്ത്രീ അറിയുന്നത് ഈ 2 പേരും പ്രസവിച്ചു എന്നുള്ളൊരു കാര്യം. അതല്ലാതെ ഞാൻ ഒരു രാവിലെ ചെന്നപ്പോൾ ഒരു സ്ത്രീയെ അത് നമ്മളൊത്തിരി സഹായിച്ചായിരുന്നു. ഇച്ചിരി വീക്കായിരുന്ന ആള്, ഇച്ചിരി ഭക്ഷണവും പിന്നെ പഴങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ കൊണ്ടേ കൊടുത്ത് സഹായിച്ചൊരു സ്ത്രീയാണ്. അതിൻ്റെ കെട്ടിയോൻ ഷല്ലാക്രമണത്തിൽ മാർക്കറ്റിൽ കൊല്ലപ്പെട്ടു. 3-4 പിള്ളേരുണ്ട്, ഗർഭിണിയായിട്ടാണ് വന്നത്. ഒരു ദിവസം ഞാൻ രാവിലെ ചെല്ലുമ്പോൾ സ്ത്രീ അതിരാവിലെ പ്രസവിച്ചായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ആ കൊച്ചിനെ എടുത്ത് അച്ഛ ഇതാ ഉസ്മാൻ എന്നും പറഞ്ഞ് ആ കൊച്ചിനെ എൻ്റെ കയ്യിൽ തന്നു. അപ്പം മരിച്ചുപോയ ബാപ്പയുടെ പേരാണ് ഈ കൊച്ചിനും ഈ മുസ്ലിം സ്ത്രീ കൊടുത്തേക്കുന്നത്. ഒത്തിരി സന്തോഷം തോന്നി, കാരണം ഏതൊരു ജനനം അവിടെ ആഘോഷിക്കുന്നതാണ്. പിന്നെ ഞാൻ ലഞ്ച് ബ്രേക്കിന് പോയി കഴിഞ്ഞപ്പോൾ ഇച്ചിരി മുട്ടായിയൊക്കെ സംഘടിപ്പിച്ച് എല്ലാവർക്കും കൊടുത്ത് അവരോട് ചെറിയ ആഘോഷമൊക്കെ കാണുന്നത്, സന്തോഷത്തിൽ പങ്കുചേരുന്നു. കൊച്ചങ്ങൾ ജനിക്കുന്ന ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം. ഒത്തിരി പിള്ളേരുണ്ട്, എല്ലാ കുടുംബത്തിലും 8-10 പിള്ളേരുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കും എന്തിനാ എത്ര പെടുത്ത പിള്ളേരെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും അച്ഛാ ഒരു 10-12 ഉണ്ടായാലാ 2-3 കിട്ടുന്നത്. കാരണം രോഗം മൂലം പട്ടിണി മൂലം പലരും അതിൻ്റെ ഇടയ്ക്ക് മരിച്ചു പോകുന്നുണ്ട്. അത് ഒരു 10-15-20 വയസ്സൊക്കെ ആവുന്ന 3-4 പേരൊക്കെ ഉള്ളൂ. അവിടെ കുട്ടികളുമായിട്ടൊക്കെ ഒത്തിരി ഇടപെടുന്നുണ്ടല്ലോ. അപ്പം കുട്ടികളുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഈ മെൻ്റൽ ഹെൽത്ത് ഏരിയയിലാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ യുവജനങ്ങൾക്കും കുട്ടികൾക്കൊക്കെ സ്പോർട്സ്, പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ പറയാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ പേപ്പറും ക്രയോൺസും അല്ലെങ്കിൽ കളർ പെയിൻ്റൊക്കെ കൊടുക്കും, ഇഷ്ടമുള്ളത് വരയ്ക്കാൻ പറയും അവരോട്. അപ്പോൾ അവർ ഒത്തിരി കണ്ട കാര്യങ്ങളും കേട്ടതൊക്കെ അവർ വരച്ച് കാണിച്ചൊക്കെ വെക്കും. ചിലപ്പോൾ ഒത്തിരി ചുമന്ന കളറൊക്കെ കാണുമ്പോളെ ഇതാരാ, അപ്പോൾ പറയും അങ്ങനെ കൊന്നതാ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ തോക്കൊക്കെ അവർ പെട്ടെന്ന് വരയ്ക്കും. അതിന് ചുമ്മാ അല്ലെങ്കിൽ നമ്മൾ ഈ കളിമണ്ണ് വരെയുള്ള ഒരു മണ്ണുണ്ട്, ഈ മോൾഡിംഗ് ക്ലേ എന്ന് പറയും, അത് കൊടുക്കുവാണെങ്കിൽ അവർ ഈ പട്ടാള വണ്ടി ഉണ്ടാക്കും, ബുള്ളറ്റ് ഉണ്ടാക്കും, തോക്കുണ്ടാക്കും. അപ്പോൾ അവരോട് പറയുവാണെങ്കിൽ ഇന്ന ചേട്ടന്മാർ ഗ്രാമത്തിൽ ഇങ്ങനെയാണ് വന്നേ, ഈ സാധനം കൊണ്ടാണ് കൊന്നേ. അപ്പോൾ നമ്മളത് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അത് അവർക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്പേസാണ് ഈ കളറിങ്, ഡ്രോയിങ് ഈ സെഷൻസിൽ കൂടെ കൊടുക്കുന്നത്. അവരുടെ ഹൃദയം തുറക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ ഒത്തിരി അവരെ സഹായിക്കും അത്. അപ്പോൾ കൊച്ചുങ്ങൾക്ക് പറയാനൊക്കെ നമുക്ക് ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണല്ലോ. വരയ്ക്കാൻ പറഞ്ഞ കൊച്ചുങ്ങൾ ഒത്തിരി ക്രിയേറ്റീവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കും. ചില കൊച്ചങ്ങൾ ഇത്രയും മൂകമായൊരു അന്തരീക്ഷമാണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു നക്ഷത്രമൊക്കെ വരച്ചു വെക്കും. അപ്പോൾ മോളെ എന്തിനാ നക്ഷത്രം, എന്തിനാ? അല്ല, ഇനിയുള്ള യാത്രയിൽ പ്രകാശമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒത്തിരിയുള്ള ആഴത്തിലുള്ള ഷെയറിംഗ് ഒക്കെ ചില കൊച്ചങ്ങളൊക്കെ പറയുന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള സംഗതികൾ കുട്ടികളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷയില്ലെങ്കിലും ആ കൊച്ചങ്ങൾ ഇത്രയും അനുഭവിച്ചിട്ടും നാളെ പ്രതീക്ഷയുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരും. ഓക്കെ. കാരണം അവരുടെ ഷെയറിങ്ങിലൂടെ ഞാനും ഒത്തിരി വളർന്നിട്ടുണ്ട്. കുട്ടികളിൽ നിന്ന് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമല്ല, അവരുടെ ജീവിതം, അവരിലുള്ള ഇൻട്രാക്ഷനിൽ കൂടെ ആത്മീയമായിട്ട് ഞാനും വളരുന്നത്. ഒരു വൺ വേ ട്രാഫിക് അല്ല, അത് മ്യൂച്വാലിറ്റി ഉണ്ട്. പരസ്പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വളരുന്ന നിമിഷങ്ങളെ ഈ ജീവിതം. അത് എൻ്റെ നിന്ന് താഴേക്ക് പോകുന്ന ഒരു ഇതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നമ്മളും ആ പ്രോസസ്സിലൂടെ ഒത്തിരി വളരും. ഏതായാലും വെച്ചാൽ ഈ കർത്താവ് പറഞ്ഞ പോലെ തന്നെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയണ്ട എന്ന് തന്നെയാണ് നിങ്ങളിൽ കുറച്ചുപേര് തീരുമാനിക്കുന്നത്. മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും. ഏതായാലും ഇങ്ങനെയും മനുഷ്യർ, ഇങ്ങനെയും ചില സന്നദ്ധരായിട്ടുള്ള സമർപ്പിതർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മരണത്തെ മുഖാമുഖം കണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്വജീവൻ ബലികഴിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് വളരെ സന്തോഷം തരുന്ന വാർത്തയാണ്. ഇനിയാണെങ്കിലും അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ളവർക്കും അനേകരെ ആശ്വസിപ്പിക്കാൻ ഇടയാട്ടെ എന്ന് ചങ്ങനാശ്ശേരി TV-ക്ക് വേണ്ടി ഞാൻ ആശംസിക്കുകയാണ്. ഏതായാലും ഈ ഫ്ലോറിൽ വരാനും ഞങ്ങളോട് അനുഭവങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പങ്കുവയ്ക്കാനും കാണിച്ച ആ ഒരു വലിയ മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നെ വിളിച്ചതിനൊക്കെ ഒത്തിരി സന്തോഷം. ആദ്യമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത്. താങ്ക് യു. ഓക്കെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു.